Hello, welcome to Red Short Talks. നമസ്കാരം. സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ നല്ല കിടിലൻ സ്ട്രാറ്റജികളോ കോംപ്ലിക്കേറ്റഡ് ചാർട്ടുകളോ മാത്രം മതിയെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഒരു മിനിറ്റ്. യഥാർത്ഥ രഹസ്യം അതൊന്നുമല്ല. അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒന്നാണ്, നമ്മുടെ സ്വന്തം മനസ്സ്. മാർക്കറ്റിലെ നിങ്ങളുടെ ജയവും തോൽവിയും തീരുമാനിക്കുന്ന ശക്തി, ട്രേഡിംഗ് സൈക്കോളജി, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ല അറിവും കഴിവും ചിലപ്പോൾ നല്ല സ്ട്രാറ്റജിയും കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് കൂടുതൽ ട്രേഡർമാരും അവസാനം പരാജയപ്പെടുന്നത്? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും അതിന്റെ കാരണം? ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, അവരുടെ സ്ട്രാറ്റജി പോരാത്തതുകൊണ്ടാണെന്ന്, അല്ലേ? എന്നാൽ സത്യം അതല്ല. ലോകത്തിലെ ഏറ്റവും മികച്ച തെളിയിക്കപ്പെട്ട സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന ആൾക്ക് പോലും പണം നഷ്ടപ്പെടാം. അപ്പോൾ യഥാർത്ഥ വില്ലൻ സ്ട്രാറ്റജിയല്ല. യഥാർത്ഥ കാരണം ഇതാണ്: അവരുടെ സ്വന്തം മനസ്സ്. ട്രേഡിംഗിലെ ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് ആ സ്ക്രീനിലെ ചാർട്ടിലല്ല, നമ്മുടെ തലയ്ക്കകത്താണ്. നമ്മുടെ വികാരങ്ങൾ അതുതന്നെയാണ് പലപ്പോഴും നമ്മളെ ചതിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്നത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു ട്രേഡ് ലാഭത്തിലോ നഷ്ടത്തിലോ പോകുമ്പോൾ ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, അതാണ് സംഭവം. നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിജയത്തെ തീരുമാനിക്കുന്നത്, അല്ലാതെ ചാർട്ടുകളല്ല. ശരി, അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ പ്രധാന വില്ലന്മാരെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഓരോ ട്രേഡറും നേരിടേണ്ടി വരുന്ന 4 വലിയ മാനസിക ശത്രുക്കൾ. ഇവരെ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി, പകുതി പ്രശ്നം അവിടെ തീർന്നു. നമ്മുടെ ഒന്നാമത്തെ ശത്രു, ഒരുപക്ഷെ കൂട്ടത്തിലെ ഏറ്റവും വലിയവനും ഇവൻ തന്നെയാണ്: ഭയം. പണം നഷ്ടപ്പെടുമോ എന്ന ആ ഒരൊറ്റ പേടി, അത് മതി നമ്മുടെ എല്ലാ പ്ലാനും തവിടുപൊടിയാക്കാൻ. ഈ ഭയം കാരണം നിങ്ങൾ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഒന്നുകിൽ നല്ല ലാഭത്തിൽ പോകുന്ന ഒരു ട്രേഡിൽ നിന്ന് പേടിച്ച് വളരെ നേരത്തെ ഇറങ്ങും, അല്ലെങ്കിൽ ഒരു കൃത്യം എൻട്രി പോയിന്റ് മുന്നിൽ കണ്ടാലും അയ്യോ വേണ്ട, റിസ്ക് എടുക്കണ്ട എന്ന് പറഞ്ഞു മാറി നിൽക്കും. 2 രീതിയിലും നഷ്ടം നമുക്ക് തന്നെ. ഇത് നിങ്ങൾക്ക് ഉറപ്പായും പറ്റിയിട്ടുണ്ടാവും. ഒരു സ്റ്റോക്ക് ഇങ്ങനെ നല്ല രീതിയിൽ മുകളിലേക്ക് പോവുകയാണ്, പക്ഷേ നമ്മുടെ കയ്യിലുള്ള ആ ചെറിയ ലാഭം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിച്ച് നമ്മളങ്ങ് വിൽക്കും. എന്നിട്ട് പിന്നെ നോക്കുമ്പോഴായിരിക്കും അത് പിന്നെയും എത്രയോ മുകളിൽ പോയെന്ന് കാണുന്നത്. ഇതാണ് ഭയം നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. രണ്ടാമത്തെയാൾ, ഭയത്തിന്റെ നേരെ ഓപ്പോസിറ്റ്: അത്യാഗ്രഹം. കിട്ടിയതൊന്നും പോരാ, ഇനിയും വേണം, കൂടുതൽ വേണം എന്നൊരു ചിന്ത. ഈ അത്യാഗ്രഹം കാരണം നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, ആവശ്യമില്ലാതെ കൂടുതൽ ട്രേഡുകൾ എടുത്തുകൂട്ടും, ഓവർ ട്രേഡിംഗ് എന്ന് പറയും. 2, നമ്മുടെ ടാർഗറ്റ് എത്തിയാലും കുറച്ചുകൂടി കിട്ടുമല്ലോ എന്നോർത്ത് ആ ട്രേഡ് ക്ലോസ് ചെയ്യാതെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ടാർഗറ്റിലെത്തുമ്പോൾ നമ്മൾ വിൽക്കില്ല. മനസ്സ് പറയും ഒന്നുകൂടെ നോക്കാം. നമ്മൾ കാത്തിരിക്കും. പെട്ടെന്ന് മാർക്കറ്റ് ഒറ്റ തിരിയലാണ്. അവസാനം എന്തുപറ്റി? കയ്യിൽ കിട്ടിയ ലാഭവും പോയി, ചിലപ്പോൾ മുതലൊന്നും പോകും. ഇതാണ് അത്യാഗ്രഹം തരുന്ന പണി. മൂന്നാമത്തെ ആൾ, ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇത് വളരെ കോമൺ ആണ്: ഫോമോ, അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഒരു നല്ല അവസരം എനിക്ക് കിട്ടാതെ പോകുമോ എന്നുള്ളൊരു വെപ്രാളം. ഒരു സ്റ്റോക്ക് റോക്കറ്റ് പോലെ മുകളിലോട്ട് പോകുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു വെപ്രാളമാണ്, അല്ലേ? അയ്യോ, ഈ ട്രെയിൻ എനിക്ക് മിസ്സായല്ലോ എന്ന് തോന്നും. ആ വെപ്രാളത്തിൽ നമ്മൾ ഒന്നും ആലോചിക്കാതെ ഓടിച്ചെന്ന് വാങ്ങും. പക്ഷെ മിക്കവാറും നമ്മൾ വാങ്ങുന്നത് ആ റാലിയുടെ ഏറ്റവും മുകളിലായിരിക്കും. തൊട്ടടുത്ത നിമിഷം അത് താഴോട്ടും വരും. കഥ കഴിഞ്ഞു. നാലാമത്തെയാൾ, ഇവൻ കുറച്ച് അപകടകാരിയാണ്: റിവെഞ്ച് ട്രേഡിംഗ്. പേരുപോലെ തന്നെ മാർക്കറ്റിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ട്രേഡ് ചെയ്യുന്നത്. ഒരു ട്രേഡിൽ നമുക്കൊരു നഷ്ടം വന്നെന്ന് വെക്കുക. അപ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യവും വാശിയും വരും. ഈ പോയ പണം എനിക്കിപ്പോൾ തന്നെ തിരിച്ചു പിടിക്കണം എന്ന വാശിയിൽ ഒരു പ്ലാനുമില്ലാതെ അടുത്ത ട്രേഡ് എടുക്കും. ഇത് പ്യുവർ ഇമോഷനാണ്, ലോജിക്കല്ല. അവസാനം എന്തുണ്ടാവും? ആദ്യത്തേതിനേക്കാൾ വലിയൊരു നഷ്ടം. ഓക്കേ, അപ്പോൾ ഈ വില്ലന്മാരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഇവരെ എങ്ങനെ നേരിടാം? ഇവരെ തടയാനുള്ള ഒരു ഡിഫൻസ്, ഒരു മാനസിക കവചം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പം മനസ്സിനെ വരുതിയിലാക്കാൻ ഇതാ 5 സ്റ്റെപ്പുകൾ. ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്നാമത്തേത്, ഒരു ട്രേഡിംഗ് പ്ലാൻ വേണം. എവിടെ വാങ്ങും, എവിടെ വിൽക്കും, സ്റ്റോപ്പ് ലോസ് എവിടെ വയ്ക്കും, ഇതെല്ലാം ട്രേഡ് എടുക്കുന്നതിന് മുമ്പേ തീരുമാനിക്കണം. പിന്നെ ഇമോഷൻസിന് അവിടെ റോളുമില്ല. 2, റിസ്ക് മാനേജ്മെൻറ്റ്. ഒരു ട്രേഡിലും നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ പണം റിസ്ക് ചെയ്യരുത്. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സേഫ്റ്റി നെറ്റ്. മൂന്നാമത്തെ കാര്യം, നഷ്ടങ്ങൾ ഈ കളിയുടെ ഭാഗമാണെന്ന് അങ്ങ് അംഗീകരിക്കുക. എല്ലാ ട്രേഡും ലാഭത്തിലാക്കാൻ ആർക്കും പറ്റില്ല. നഷ്ടങ്ങളിൽ നിന്ന് പഠിക്കുക, അല്ലാതെ പ്രതികാരം ചെയ്യാൻ പോകരുത്. 4, ക്ഷമ. ക്ഷമയാണ് ഏറ്റവും പ്രധാനം.
നിങ്ങളുടെ പ്ലാൻ അനുസരിച്ചുള്ളൊരു പെർഫെക്റ്റ് അവസരം വരുന്നതുവരെ കാത്തിരിക്കുക. വെറുതെ ചാടിക്കേറി ട്രേഡ് ചെയ്യരുത്. അവസാനമായി 5-ാമത്തേത്, ഒരു ട്രേഡിംഗ് ജേർണൽ സൂക്ഷിക്കുക. ഓരോ ട്രേഡും എന്തിനെടുത്തു, എന്ത് പറ്റിയെന്നൊക്കെ എഴുതി വെക്കുക. ഇത് നിങ്ങളുടെ തെറ്റുകൾ കണ്ടുപിടിച്ച് സ്വയം മെച്ചപ്പെടാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. റിസ്ക് മാനേജ്മെന്റിനെ പറ്റി പറഞ്ഞല്ലോ. അതിലെ ഗോൾഡൻ റൂൾ ഇതാണ്: ഒരു ട്രേഡിലും, ഒരൊറ്റ ട്രേഡിലും നിങ്ങളുടെ മൊത്തം ക്യാപിറ്റലിന്റെ 1-2% കൂടുതൽ റിസ്ക് ചെയ്യരുത്. പ്ലീസ്, ഈ ഒരു നിയമം മാത്രം പാലിച്ചാൽ മതി. വലിയ വീഴ്ചകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഒരു പ്രൊഫഷണൽ ട്രേഡറുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കുമെന്നറിയാമോ? അവർ പൈസയുടെ പിന്നാലെ ഓടില്ല. പകരം പഠിക്കുന്നതിലും പ്രോസസ്സ് ശരിയാക്കുന്നതിലുമാണ് ശ്രദ്ധിക്കുക. പ്രോഫിറ്റ്സ് താനെ വന്നോളും. അവർക്ക് ട്രേഡിംഗ് ഒരു ലോട്ടറി എടുക്കുന്ന പോലെയല്ല, അതൊരു മാരത്തോണാണ്, ഒരു ലോങ് ടേം ജേണി. ഭാഗ്യത്തിലല്ല, കൺസിസ്റ്റൻസിയിലാണ് അവർ വിശ്വസിക്കുന്നത്. ഓർക്കുക, നിങ്ങളുടെ ഏറ്റവും വലിയ പവർഫുൾ ടൂൾ എന്ന് പറയുന്നത് സെൽഫ് കൺട്രോളാണ്. ശരി, അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് വിന്നിംഗ് മൈൻഡ് സെറ്റ്? ഇതുവരെ നമ്മൾ സംസാരിച്ചതിൻ്റെ എല്ലാം ചുരുക്കം ഈ ഒരൊറ്റ ചിത്രത്തിലുണ്ട്. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, പക്ഷെ സത്യമാണ്. ട്രേഡിംഗിലെ വിജയം എന്ന് പറയുന്നത് 80% സൈക്കോളജിയാണ്. വെറും 20% മാത്രമാണ് നിങ്ങളുടെ സ്ട്രാറ്റജി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനർത്ഥം നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ അത്ര മികച്ചതല്ലാത്തൊരു സ്ട്രാറ്റജി വെച്ചും നിങ്ങൾക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. അതുകൊണ്ട് അവസാനം പറയാനുള്ളത് ഇത്രമാത്രം: നിങ്ങൾ പ്രോഫിറ്റിന് പിന്നാലെ ഓടരുത്. പകരം നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. പ്രോഫിറ്റ് താനെ നിങ്ങളുടെ പിന്നാലെ വന്നോളും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ റൂൾസൊക്കെ അറിയാം. ഇനി നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഈ സംസാരിച്ച 4 ശത്രുക്കളിൽ ആരാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വില്ലൻ? അത് ഭയമാണോ, അത്യാഗ്രഹമാണോ, അതോ ഫോമോ ആണോ? ഉത്തരം എന്തായാലും അത് സ്വയം തിരിച്ചറിയുന്നതാണ് വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ്.